Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. രണ്ടാഴ്ചയ്ക്കപ്പുറം ദേശപ്പോരാണ്. തദ്ദേശ കേരളം ആദ്യഘട്ട വിധി എഴുതും. ഒരിടത്ത് പെൻഷനടക്കം സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നാണ് UDF പ്രതീക്ഷ. ലൈംഗികാരോപണ കേസിൽ വീണ്ടും പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങിയാൽ UDF പ്രതിരോധത്തിലാകുമോ? സ്വർണ്ണക്കൊള്ളയിൽ ജയിലഴിക്കുള്ളിലായ പത്മകുമാറിനെ കൈവിടാത്തത് CPM-ന് തലവേദനയാകുമോ? 14 ജില്ലകളിൽ 486 വിമതർ മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുമോ? വിവാദങ്ങൾ ആരെയാണ് തുണയ്ക്കുക? പെൻഷനിൽ വോട്ടുറയ്ക്കുമോ? സ്വർണ്ണക്കൊള്ളയിൽ വോട്ടു ചോരുമോ? സംഘടനാശക്തി ഇടതിന് കരുത്താകുമോ? ഭരണവിരുദ്ധ വികാരം LDF-നെ തുണയ്ക്കുമോ? വോട്ടാകുന്നത് എന്ത്? അതിഥികളായി CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി ഷംഷാദ് മരയ്ക്ക, നിരീക്ഷകൻ മോഹൻ വർഗീസ്, നിരീക്ഷകൻ സജീവൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ആദ്യം സംഷാദിലേക്ക്. സംഷാദ്, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള ഒരു വലിയ സ്വർണ്ണക്കടത്ത് വിഷയമാണ് ചർച്ച ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം. അന്ന് വലിയ പ്രചരണം നടന്നു. പക്ഷേ അതിനുശേഷം വന്ന വിധി അക്ഷരാർത്ഥത്തിൽ UDF ക്യാമ്പിനെ ഞെട്ടിച്ചു. 6 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനുകളും LDF പിടിച്ചു. 182 ബ്ലോക്കുകളിൽ 113 ബ്ലോക്കുകളും LDF പിടിച്ചു. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 571 പിടിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 14-ൽ 11 LDF-നോടൊപ്പം നിന്നു. മുനിസിപ്പാലിറ്റിയിൽ മാത്രം 44-41 എന്ന നിലയിൽ അല്പമെങ്കിലും പ്രതീക്ഷ നിലനിർത്താനായി. ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ വിവാദങ്ങൾ വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയാണോ UDF-നുള്ളത്? ഒരു ഭാഗത്ത് പെൻഷൻ, ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. എന്തു പറഞ്ഞാണ് UDF വോട്ട് പിടിക്കുക? സംഷാദ് മരയ്ക്ക. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലുമൊക്കെ ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അറിയാം, ഒരംഗത്തിൻ്റെ ബലത്തിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ചത്. കൊച്ചി കോർപ്പറേഷൻ്റെതും ഒരു വിമതനുമായി ബന്ധപ്പെട്ടുണ്ടായൊരു പ്രയാസങ്ങളൊക്കെയാണ്. അല്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ റിസൾട്ടിലൊരു മാറ്റം ഉണ്ടായേനെ എന്നുള്ളതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശിവശങ്കരുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ വന്നു. അത് ഏശിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അതിന് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു വിവാദം മാത്രമല്ല. അത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ പ്രതികൾ എന്നുള്ള കണക്കെ ജയിലിലേക്ക് പോവുകയാണ്. ആദ്യം പോറ്റിയിൽ തുടങ്ങി വാസുവിലൂടെ വന്ന് ഇപ്പോൾ പത്മകുമാറിലേക്ക് എത്തി. ഇനി അടുത്തത് കേരളത്തിൻ്റെ ഒരു മുൻ മന്ത്രിയിലേക്ക് വരെ എത്താവുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാവാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും എല്ലാ സമയത്തും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത്. ഇത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുമെന്ന് മാത്രമല്ല, രാഷ്ട്രീയമുള്ള ആളുകളും രാഷ്ട്രീയമില്ലാത്ത ആളുകളും ഗ്രാമങ്ങളിലും അവരുടെ സ്വന്തം വീടുകളിലും ഈ സർക്കാരിനെതിരെയുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ചർച്ച ചെയ്താൽ ഇടതുപക്ഷത്തിനുണ്ടാകാൻ പോകുന്നത് മുൻനിർത്തിയാണോ? അല്ല, സ്വർണ്ണക്കൊള്ളയെ മുൻ നിർത്തി ആവരുത് എന്നില്ലല്ലോ. സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാണ്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് UDF ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 2 ടേമായി പിണറായി വിജയൻ ഗവൺമെന്റ് വളരെ വ്യക്തമായ തെളിവ് വന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്നതാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം. ഇപ്പോൾ ഭരണപരമായ വീഴ്ച എന്ന മട്ടിലാണ് പാർട്ടി ഇതിനെ കാണുന്നത്. ഗുരുതരമായ എന്തെങ്കിലും തെളിവുകൾ വന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസു, പത്മകുമാർ, ബാക്കിയുള്ള ഒരാൾ KS ബൈജു, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ പറയുന്ന സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഇവരിൽ 2 പേര് UDF-ന്റെ സംഘടനയിലെ ദേവസ്വം ബോർഡിൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും
അടിച്ചുകൊണ്ടുപോയ സ്വർണം മുഴുവൻ തിരിച്ച് സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്ത് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ജയകുമാറിനെ നിയമിച്ച് സർക്കാർ വിശ്വാസികളുടെ വിശ്വാസം തിരിച്ചുപിടിച്ചാൽ ഈ പ്രചരണം പൊളിഞ്ഞു പോവില്ലേ? അല്ല, നമ്മൾ ഒരു കള്ളൻ കളവ് നടത്തി അദ്ദേഹത്തെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു വെച്ചതിന് ശേഷം ആ കട്ട മുതൽ തിരിച്ചു കൊടുത്ത് ഞാൻ ഇനി മുതൽ കള്ളനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ന്യായമാണ് ശ്രീ അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത്. അല്ലല്ല സംഷാദേ, ഈ പത്മകുമാറുമായി ഉത്തരവാദിത്വമുണ്ടെന്നാണോ? അതായത് ഇതൊരു പാർട്ടി മോഷണമാണ് എന്ന് സംഷാദ് കരുതുന്നുണ്ട്? ഇതൊരു വ്യക്തികൾ നടത്തിയ ഗൂഢാലോചനയല്ലേ? സംഘടനയോ സർക്കാരിനോ നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് ഈ നിമിഷം വരെ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഈ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു വ്യക്തിയാണ്, അതിൽ തർക്കവുമില്ല. അദ്ദേഹം CPM MLA ആയിരുന്നില്ലേ? CPM നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ? CPM ഏറ്റവും ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത് വരെ CPM ആളും CPM MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തുടരാം. അദ്ദേഹം തെറ്റ് ചെയ്താൽ അത് വ്യക്തിപരമായ തെറ്റ് മാത്രമാണ്. അപ്പോൾ ഈ പാർട്ടി ഒരാളെ ദേവസ്വം ബോർഡ് പോലെ, ഇപ്പോൾ വാസുവിനെ കുറിച്ച് ശ്രീ അരുൺ തന്നെ അറിയാലോ. വാസു എങ്ങനെയാണ് വന്നത്? വാസു ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു? അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നൽകിയ സേവനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അന്നൊക്കെ വാസു CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ കളവ് മുതൽ കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ പറയുകയാണ് വാസു ഞങ്ങളുടെ ഒരു അനുഭാവിയാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ബന്ധമില്ല. പാർട്ടി ഒരു പദവിയിലേക്ക് ഒരാളെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് ഉണ്ടാവണം. ആ ഉത്തരവാദിത്വം പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പത്മകുമാർ ചെറിയ ഭരണപരമായ വീഴ്ചയല്ല ശ്രീ അരുൺകുമാർ. മിനിറ്റ്സിലെ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ശ്രീ പോറ്റിയും ശ്രീ പത്മകുമാറും തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ പോലും നടന്നിട്ടുണ്ട് എന്ന് SIT പറയുകയാണ്. അപ്പോൾ ഒരു ഭരണപരമായ വീഴ്ച എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിനിറ്റ്സ് വായിക്കാതെ ഒപ്പിട്ടു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഒരു ന്യായം പറയാം. ഈ പോറ്റിയിൽ നിന്നും സാമ്പത്തിക ക്രമീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്നും അവിടെ പർപ്പസ്ഫുള്ളി അതിനകത്ത് ചെമ്പായി എന്ന് എഴുതി എന്ന് പറയുന്നതും ഒരു വീഴ്ചയായിട്ട് കാണാനുള്ള ഒരു വിശാല മനസ്സ് എനിക്കില്ല. അത് ഗുരുതരമായ ഗൂഢാലോചനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കടത്താകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, LDF തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഭരണപരമായ വിവേചനങ്ങളും ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. കാരണം തദ്ദേശ വകുപ്പിന്റെ ഏകീകരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള മറുപടി CPM ഭാഗത്ത് നിന്ന് കേട്ടുവരാം. KS അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണായുധമാക്കി മാറ്റുകയാണ് UDF. ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ബൈറ്റുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റാത്തതിനെക്കുറിച്ചാണ്. പാർട്ടി പത്മകുമാറിന് കൊടുക്കുന്ന ഈ കരുതൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? KS അരുൺകുമാർ. ഇവിടെ ബഹുമാനപ്പെട്ട UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് KPCCയുടെ പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വാസുവിനെ രക്ഷിച്ചു, പത്മകുമാറിനെ രക്ഷിച്ചു, ഒരറസ്റ്റ് നടക്കുന്നില്ല, അന്വേഷണം തേഞ്ഞു മാഞ്ഞു കളഞ്ഞു എന്ന് ഒരു 20 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പ് ഇവർ പ്രസ്താവിക്കുകയും അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ചർച്ച നടത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അന്നും നമ്മൾ പറഞ്ഞത് അന്വേഷണ സംഘം അതിൻ്റെ വഴിക്ക് പോകും, അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും, ശബരിമലയുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഒരു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പോയിന്റ് സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും. അത് അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, എല്ലാം തേച്ചു മാച്ച് കളഞ്ഞു എന്ന. CBI എൻക്വയറി വേണം, ഈ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് 5 ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചവരായി ഇവർ. അതിനുവേണ്ടി കേരളത്തിലെ 14 ജില്ലയിലും സമരം നടത്തിയവരായി ഇവർ. അതുപോലെ തന്നെ ജലഭീരങ്കി അടക്കം അടിക്കുന്ന തരത്തിൽ വലിയ സമര കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ് ഇവർ. എന്നിട്ട് ഇപ്പം പറയുന്നു ഇപ്പം എല്ലാം ഓക്കെ എന്ന്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. ഞങ്ങളെ ജനങ്ങൾക്കറിയാം, ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്താണ്, ആ വാക്ക് പാലിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ്. ഒരാളെയും സംരക്ഷിക്കുന്ന സാഹചര്യമില്ല. പാർട്ടി പല ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഗവൺമെന്റ് പല ഉത്തരവാദിത്വവും പല വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പല സംഘടനകളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വീഴ്ച വരുത്തിയത് ആരായാലും
അവർ നിയമത്തിന്റെ വഴിയേ പോകേണ്ടി വരും. അവർ ഗോതമ്പൂട്ട തിന്നേണ്ടി വരും. അവർ എത്ര ഉന്നതരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. പക്ഷേ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തതുപോലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മിനിമം ഉത്തരവാദിത്വമെങ്കിലും ഇന്ന് CPM കാണിച്ചിരുന്നെങ്കിൽ വിശ്വാസികൾ വിശ്വസിക്കുമായിരുന്നില്ലേ? ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അപ്പോഴും എല്ലാവരും കരുതിയത് തൽക്കാലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ്. പക്ഷേ SIT അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചനയുടെ കേന്ദ്രമെന്ന് കരുതുന്ന, ഇതിൽ ഭരണപരമായ വീഴ്ചയടക്കം എണ്ണമിട്ട് പറയുകയും ഇതിൽ ഗൂഢാലോചന നടത്തി എന്ന് SIT കരുതുകയും ചെയ്യുന്ന പത്മകുമാറിനെ പാർട്ടി ഇരുവരെയും കൈവിട്ടിട്ടില്ല. ഈ നമ്മൾ സംസാരിക്കുന്ന നിമിഷവും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. എന്നാൽ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിനാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, കോൺഗ്രസിന്റെ ഭരണഘടനയിലില്ലാത്ത ഒരു നടപടി. അത് ആ ഭരണഘടന നമുക്കറിയാലോ. ആ സസ്പെൻഷനെ കുറിച്ചൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം സസ്പെൻഷനിലാണോ, ആ ഭരണഘടനാപരമായി അത്തരം നടപടി ഉണ്ടോ, ആ നടപടിയുടെ കാലാവധി പോലും പറയാത്ത നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. സീൽഡ് കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള വിവരം പുറത്തു വരുന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഫസ്റ്റ് പേപ്പർ എന്നാണോ പുറത്തു വരുന്നത്, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും സഖാവ് കുറ്റം ചെയ്തിട്ടുണ്ടോ, മാതൃകാപരമായ ഒരു മടിയുമില്ല, ഒരു സംരക്ഷിക്കുന്ന നിലപാടില്ല. റിമാൻഡ് റിപ്പോർട്ട് നമുക്കറിയാം. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഉണ്ട്, റിമാൻഡ് റിപ്പോർട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഇതിൽ മൊഴികളടക്കം വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിൽ ഒരു ധൃതിയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല. ഉറപ്പല്ലേ പറയുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയില്ലല്ലോ. സസ്പെൻഷൻ എന്തിനാ വന്നത്? നമ്മളടക്കം ആവശ്യപ്പെട്ടു. അദ്ദേഹം MLA എന്ന നിലയിൽ തുടരുമ്പോൾ പാർട്ടിയിൽ തുടരുന്നതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന പാർട്ടി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നിപ്പം പ്രതിപക്ഷ നേതാവിന് ധൈര്യത്തോടെ പറയാം, ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ 2 നേതാക്കന്മാരുണ്ടല്ലോ, അതിലൊരു നേതാവ് ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയല്ലേ, നിങ്ങൾ സസ്പെൻഡ് ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കണ്ണിൽ പൊടിയിടേണ്ട. ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായും ജനങ്ങളോട് തന്നെയാണ്. ഈ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ഞങ്ങൾ ഇതിന്റെ തെളിവ് പുറത്തു വരുന്ന സാഹചര്യം അധികമൊന്നും വൈകണ്ട, അതൊന്ന് വന്നോട്ടെ. ഞങ്ങൾ മാതൃകാപരമായി പുറത്താക്കേണ്ടതാണ് ഈ പുറത്താക്കും, അതുപോലെ മറ്റ് നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നടപ്പാക്കും. അല്ലാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട്ട് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെടുത്തിട്ട് നിയമസഭയിൽ ഇരുത്തി, എല്ലാ യോഗങ്ങളിലും സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വർത്തമാനം പറയുന്നവരെ തിരിച്ചാക്രമിക്കുന്ന, വനിതകൾ പോലും ആക്രമിക്കുന്ന നിലപാട്. പത്മകുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നടപടിയെന്നല്ല. ഞങ്ങൾക്ക് കൺട്രോൾ കമ്മീഷൻ വരെ പോകാവുന്ന ഒരു നടപടി സ്വീകരിക്കപ്പെട്ടയാൾക്ക് കൺട്രോൾ കമ്മീഷൻ വരെ പോകാം. ഞങ്ങൾ കൃത്യമായി അതിൻ്റെ തെളിവ് ശേഖരണം, കാരണം അന്വേഷണ ഏജൻസി നടക്കുന്നു, സീൽഡ് കവറിലാണ്, മറ്റതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വന്നോട്ടെ. അതിൻ്റെ പരിശോധന, നിങ്ങളൊക്കെ ഞെട്ടുന്ന നടപടി പെട്ടെന്ന് വരും, അല്ലെങ്കിൽ അതിൽ സ്വീകരിക്കും. പല ഘട്ടങ്ങളിലും അന്വേഷണമേ അട്ടിമറിച്ചു എന്ന് പറഞ്ഞവർ തിരിച്ചു പറയുന്നുണ്ടല്ലോ. ഏതായാലും നടപടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന ദിവസങ്ങൾ ചർച്ച ചെയ്തതാ ഇവിടെ. ഈ അന്വേഷണ ഏജൻസിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് CBI വരണമെന്ന് ആവശ്യപ്പെട്ടവരൊക്കെ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീട് കയറുമ്പോഴും ജനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ക്വാഡുകളെല്ലാം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും പത്രവാർത്തയോ ചാനൽ ചർച്ചയുടെ പേരിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് രീതിയുണ്ട്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ അത് ബോധ്യപ്പെടും. ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചല്ലേ. പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയതും കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളും ഒക്കെ നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. ഞാൻ മോഹൻ വർഗീസിലേക്ക് പോകുന്നു. മോഹൻ വർഗീസ്, ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് കുത്താൻ പോകുമ്പോൾ ഒരു ഭാഗത്ത് വലിയ വിവാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വലിയ വിവാദമായി നിൽക്കുന്നു. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA-യുടെ ലൈംഗികാരോപണ കേസിൽ പാർട്ടി എടുത്ത നിലപാടും അയാൾ ഇപ്പോഴും പ്രചരണ രംഗത്ത് സജീവമായി തുടരുന്നതും മറുഭാഗത്ത് നിൽക്കുന്നു. വിവാദങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതല്ല, പ്രാദേശിക തിരഞ്ഞെടുപ്പാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുക എന്നതാണ് പൊതുവെ നിരീക്ഷകർ പറയുന്നത്. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, വിവാദങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു.
ഒപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ നിൽക്കുന്നു. പൊതുവെ ഒരു വികസന അന്തരീക്ഷമുണ്ടെന്ന് സർക്കാർ പറയുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത്? അങ്ങനെ ഒരു പൊതു വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ടോ? അതല്ല വികേന്ദ്രീകൃതമായിട്ടായിരിക്കുമോ വിധിയെഴുത്ത് നടക്കുക? മോഹൻ വർഗീസ്. ഡോക്ടർ അരുൺ, വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലത്തിന് മധ്യയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ വിവാദങ്ങൾ മാത്രമാണോ ഈ വോട്ട് നിശ്ചയിക്കുക, ഫലം നിശ്ചയിക്കുക എന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ മാത്രമല്ല, ഒരു പോസിറ്റീവ് മാൻഡേറ്റ് കൂടിയുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായവ, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുത്തിയ വർധനക്ഷേമ പെൻഷൻ, അതുപോലെ മറ്റു കാര്യങ്ങൾ. അതുമാത്രമല്ല, തദ്ദേശീയമായ ഇൻകംപൻസി അഡ്വാൻറ്റേജ് എന്നൊരു കാര്യമുണ്ട്. കാരണം ഗവൺമെൻറ് 10 വർഷം ഭരണത്തിലിരുന്ന സംസ്ഥാന ഗവൺമെൻറ് ഏറെക്കാലം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അപ്പം ഇൻകംപൻസി അഡ്വാൻറ്റേജ് പരമാവധി മുതലാക്കാൻ അറിയാവുന്ന ഒരു പാർട്ടിയാണ് CPM. അങ്ങനെ വരുമ്പോൾ ആ ഇൻകംപൻസി അഡ്വാൻറ്റേജിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കേളികെട്ടുയരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സോഷ്യൽ ബിൽഡപ്പ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് റിഫൈൻഡ് ഫോമാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ 2 പ്രധാന ഭാഗങ്ങളെ, അതായത് നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും അവരുടെ സാമുദായിക സംഘടനകളുടെ കെയർ ഓഫിൽ കൂടെ നിർത്താം. ശബരിമല ആഗോള സംഗമം അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും LDFിൻ്റെ ഭാഗത്തെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട് എന്നോർക്കണം. എന്നാൽ അതിനുശേഷമാണ് ശബരിമല സ്വർണ്ണ കൊള്ള അത് വൻ വിവാദമായി, സംസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുന്ന വിവാദമായി വരുന്നത് പിന്നീടാണ്. അപ്പം ഇവിടെ ആൻറ്റി ഇൻകംപൻസി ഇഫക്റ്റ് പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നത് മുഖ്യ പ്രതിപക്ഷത്തിനാണ്. പരമാവധി മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും UDFിലെ ഘടകകക്ഷികളും അതാവോളം ഉപയോഗിക്കുന്നതും കണ്ടു. അതുമാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ മുന്നൊരുക്കങ്ങൾ വളരെ മികച്ച രീതിയിലായിരുന്നു. സാധാരണ നിലയിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ അവസാന നിമിഷമാണ് നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ വളരെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി. കൃത്യമായ കോർപ്പറേഷൻ ജയിച്ചു വന്നാൽ ആരാവും മേയർ എന്നതിനെക്കുറിച്ചുള്ള ധാരണ പോലും ആയി. അതുമാത്രമല്ല, ഉന്നത നേതാക്കളെ ഓരോ കോർപ്പറേഷനുകളിൽ നിയോഗിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒന്നാം തരം ഒരു സെമി ഫൈനലായി, രാഷ്ട്രീയ പോരാട്ടമായി, ഭരണവിരുദ്ധതയെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ UDFിന് ആവുന്നതെല്ലാം തന്നെ ചെയ്തു. കോൺഗ്രസ് പാർട്ടി ആവുന്നതെല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു ബലാബലം നിൽക്കുമ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ പുതിയ വെളിപ്പെടുത്തലുകൾ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റായ വെളിപ്പെടുത്തലുകൾ. ആ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്, UDFിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കും എന്ന് ചോദിച്ചാൽ ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്ത ഒരു വിഷയമാണ് എന്ന് ഓർക്കണം ഡോക്ടർ അരുൺ. ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്തത് വീണ്ടും ക്യാപിറ്റലൈസ് ചെയ്യാൻ എങ്ങനെയാണ് LDFിന് കഴിയുക? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് ഏതെങ്കിലും രീതിയിൽ UDFിന് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് ബാധിച്ചു. പുതിയതായി വന്ന വെളിപ്പെടുത്തലുകൾ, പുതിയതായി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ചടുലതയോടുകൂടി ധൃതഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു എന്നത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിമാനിക്കാം. ആദ്യം അദ്ദേഹം ഏറെ പഴി കേട്ടതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നത് ഏറെ പഴി കേട്ടതാണ്. ഇപ്പോൾ ഒരുപക്ഷെ VD സതീശൻ്റെ ആ ചടുലമായ നീക്കം വിൻഡിക്കേറ്റഡ് ആകുന്ന ഒരു കാഴ്ച കണ്ടു. അതേസമയം മറുപക്ഷത്തെ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണമല്ലോ. ഒരു സസ്പെൻഷനും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന 2 പ്രമുഖരായ, ഒന്ന് മുൻ MLA ആണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്. ഇപ്പം ഈ 2 പേരും ഇപ്പോഴും CPMൽ തുടരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് CPMൻ്റെ രീതി, എപ്പോഴും CPM വിശദീകരിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. CPMൻ്റെ വ്യത്യസ്തമായ രീതികളുണ്ട്, സംഘടനാ രീതികളുണ്ട്. ശരിയാണ്, അത് നമ്മൾ വേണ്ട ബഹുമാനത്തോടു കൂടി തന്നെ അതിനെ കാണുന്നു. പക്ഷേ അവിടെ ഒരു സസ്പെൻഷൻ, ഡിസ്മിസൽ അല്ല, ഒരു സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ ഒന്നും തന്നെയില്ല. ആരോപണങ്ങൾ മാത്രമാണുള്ളത്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ചാർജ് ഷീറ്റ് ചെയ്തിട്ടില്ല, ആരോപണങ്ങൾ മാത്രമാണ്. അതിൽ ചില തെളിവുകൾ, അത് ഓഡിയോ തെളിവുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ തെളിവുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ LDFിൻ്റെ ഉന്നത നേതാക്കൾക്കെതിരെ, പത്മകുമാർ ഉൾപ്പെടെ, ഈ വാസു ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വന്ന് തെളിവുകൾ മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രമുഖമായ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ ഈ നേതാക്കൾ തുടരുന്നത് എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കാൻ പാർട്ടി ഒരുപക്ഷെ ഏറെ ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവാദം, ശബരിമല വിവാദം തന്നെയായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കാൾ
കൂടുതൽ വൈകാരികമായി പാൻ കേരള ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ശബരിമല വിവാദം തന്നെയായിരിക്കും. അതുകൊണ്ടൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് ഇത് വരുമ്പോൾ നോക്കൂ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും മാത്രമാണ് പൊളിറ്റിക്കൽ ബേസിസിൽ നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും തൽക്കാലം മാറ്റി നിർത്തുക. അവിടെ പ്രാദേശിക വികസന വിഷയത്തിനും പ്രാദേശിക ബലാബലങ്ങൾക്കും മാത്രമാണ് അവിടെ പ്രാധാന്യം. ഒരുപക്ഷെ LDFന് മുൻതൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം ജില്ലകളിലും ഗ്രാമപഞ്ചായത്തുകളിൽ പതിവ് പോലെ തന്നെ 2015-ലും 2020-ലും സംഭവിച്ചതുപോലെ മുൻതൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നഗരസഭകൾ 87 നഗരസഭകൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം സമാസമം നിന്നു. 43-41 രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്നത് ഒരുപക്ഷെ ഇപ്രാവശ്യം UDFന് ലേശം അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. നഗരസഭകളിൽ ചിലതെങ്കിലും ഇപ്പോൾ നിലവിൽ 2 നഗരസഭകൾ മാത്രമാണ്, പാലക്കാടും പന്തളവും മാത്രമാണ് BJPക്കുള്ളത്. അത് 15-ലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നത് BJPയുടെ ആഗ്രഹം. ഏതാനും നഗരസഭകൾ കൂടി ഒരുപക്ഷെ പിടിക്കാൻ കഴിയും. ഏതാനും നഗരസഭകളിൽ ഹോപ്പ്ലെസ്ലി ഹങ് സിറ്റുവേഷൻ, ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്ത, ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയിൽ നഗരസഭകൾ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 14-ൽ 11 ജില്ലാ പഞ്ചായത്തിലും LDFന് മേൽക്കൈയുണ്ടായി. ഇപ്രാവശ്യം ഏതാനും ജില്ലാ പഞ്ചായത്തുകൾ കൂടി UDFന് കൈവശം വരാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തുമൊക്കെ വൻ പ്രതീക്ഷയാണ് UDFനുള്ളത്. ഒരുപക്ഷെ കാസർഗോഡ് പിടിച്ചെടുക്കും എന്നൊരു ചിന്തയുണ്ട്. വയനാട്, അതുപോലെ മലപ്പുറം, ഇതൊക്കെ UDFന്റെ തട്ടങ്ങളാണ്. അപ്പോൾ ആ പ്രദേശങ്ങൾ നിലനിർത്തുകയും കഴിഞ്ഞ പ്രാവശ്യത്തെ 3 നിലനിർത്തുകയും 4-5 എണ്ണം കൂടി പിടിക്കുകയും ചെയ്താൽ സമാസമം UDFും LDFും സമാസമം ജില്ലാ പഞ്ചായത്തുകൾ നിന്നാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടമായി. കാരണം ഇവിടെ സ്വാഭാവികമായി ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നത് ഇവിടെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെയെങ്കിൽ UDFന് പ്രതീക്ഷിക്കാൻ ഏറെ വകയുണ്ടാകും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമാസമം നിൽക്കുകയാണെങ്കിൽ UDFന് പ്രതീക്ഷിക്കാൻ വകയുണ്ടാകും. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൻപൻ പ്രതീക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തൃശൂർ കോർപ്പറേഷനിൽ അതുപോലെ പ്രതീക്ഷയാണ്. ഉന്നത നേതാവായ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ തിരുവനന്തപുരത്ത് നിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. BJP എല്ലാ ഹോംവർക്കുകളും ചെയ്തുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇവിടെ ഒരു ത്രികോണ മത്സരത്തിൽ ചില ഇടങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന്, കോർപ്പറേഷൻ ഉൾപ്പെടെ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ആന്റി ഇൻകംബൻസി കൃത്യമായി 2ആയി ചിതറുകയാണെങ്കിൽ തീർച്ചയായും LDFന് ഒരു ഫേസ് സേവിങ് സാധിക്കും. ആന്റി ഇൻകംബൻസി പൂർണ്ണമായി UDFിലേക്ക്, ഭരണവിരുദ്ധ വികാരം UDFിലേക്ക്, വിവാദങ്ങൾ ആളിക്കെത്തിക്കുന്നത് BJPയേക്കാൾ മെച്ചമായി UDF ആണ് ചെയ്യുന്നതെങ്കിൽ UDF വിൽ ഹാവ് ദ ലാസ്റ്റ് ലാവ്. ആ രീതിയിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം തരം ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള. സജീവനിലേക്ക് വന്ന സജീവൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2 പ്രകടന പത്രികകൾ കണ്ടു. ആദ്യത്തെ പ്രകടന പത്രിക LDFന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത്. ഇനി 1199 തദ്ദേശ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വെവ്വേറെ പ്രകടന പത്രികകൾ വരാൻ പോകുന്നു. UDFന്റെ പ്രകടന പത്രികകൾ, അത് വീട് വെച്ച് കൊടുക്കും, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതൊന്നും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നതേയില്ല. യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നത്? അതല്ല സർക്കാർ അവസാനം പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മനം കവരാൻ പോകുന്നത്? സജീവൻ, 2020 തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞതിന് ശേഷം UDF നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കിറ്റ് കൊടുത്ത് നേടിയ വിജയം എന്നാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഈ കൊറോണ പീരീഡിൽ ഉണ്ടായിരുന്ന ഈ കിറ്റ് കൊടുക്കലും മറ്റും പ്രളയത്തിൻ്റെ സമയത്തൊക്കെയുള്ള അത് റിസൾട്ട് ഉണ്ടാക്കി എന്നതിൻ്റെ തെളിവാണ് പരാജയം സംഭവിച്ചിട്ട് അതിന് UDF നേതാക്കന്മാർ നടത്തിയിട്ടുള്ള വിശദീകരണം. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ തൊട്ട് മുമ്പേ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും നിതീഷ് കുമാർ നടത്തിയിട്ടുള്ള ചില നടത്തിയ പ്രഖ്യാപനങ്ങളും അവർ നടത്തിയിട്ടുള്ള ചില ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളും, അതിൻ്റെ അത്തരം കാര്യങ്ങൾ, വീട്ടമ്മമാർക്ക് ഉൾപ്പെടെയുള്ള ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പം അതിനൊക്കെ ഒരു റിസൾട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. കേരളത്തിൽ 2020 സംഭവിച്ച അതേപോലെ കാര്യങ്ങൾ അതിനേക്കാൾ കുറേ കൂടി ശക്തമായ രൂപത്തിലാണ്. നേരത്തെ ഈ വീട്ടമ്മമാർക്ക് പ്രത്യേകമായിട്ട് ഉള്ളൊരു സ്കീമൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ലല്ലോ. അന്ന് ഈ കിറ്റ് കൊടുക്കലാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ക്ഷാമഗഡുവിൻ്റെ അതിൽ തീർപ്പായി, പെൻഷൻകാർക്കുള്ളതിലായി, സാധാരണ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള വർധനവിൻ്റെ കാര്യം വന്നു.
ഇത് വീട്ടിനപ്പുറത്ത് വീട്ടമ്മമാരുടെ കാര്യത്തിലും വന്നു, വിദ്യാർത്ഥികളുടെ കാര്യത്തിലും വന്നു. ഇത്തരം കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല ഈ മാസം മുതൽ നടപ്പാക്കുന്നൊരവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. UDFിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ ആശമാർക്ക് 2000 രൂപ ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അഡീഷണലായിട്ട് കൊടുക്കും, ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പ്രഖ്യാപനം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു അവകാശവാദം മാത്രമായിട്ട് നിൽക്കുന്നതാണ്, മറ്റത് യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നീട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ഇപ്പോൾ മോഹൻ വർഗീസ് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് തുടങ്ങിയാൽ ഭരണവിരുദ്ധ വികാരം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് വയ്ക്കാം. ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യതയുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ശബരിമല പ്രശ്നവും വന്നിട്ടുണ്ട്. ഇത് വന്നാൽ സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരം UDFിനെ, ഇപ്പം LDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ UDFിനെയും, UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ LDFിനെയുമാണ് പിന്തുണയ്ക്കേണ്ടത്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നിശ്ചിത ഒരു ഗഡു എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തവണ UDF എത്രമാത്രം ശക്തമായി രംഗത്തുണ്ടോ അതേപോലെ ശക്തമായിട്ട്, അല്ലെങ്കിൽ LDF എത്രമാത്രം ശക്തമായിട്ട് രംഗത്തുണ്ടോ അതേപോലെ തന്നെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് BJP NDA ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും എനിക്ക് തോന്നുന്നത് മറ്റ് UDF നേതാക്കന്മാരോ UDF സ്ഥാനാർത്ഥികളോ പ്രവർത്തകരോ നടത്തുന്ന ശബരിമലയുടെ പ്രശ്നം, ആ ശബരിമല അഴിമതി സ്വർണ്ണ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചരണ രംഗത്തെ കൊണ്ടുവരുന്ന BJPക്കാരാണ്. നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ അറിയാലോ, അവർ നടത്തുന്ന പ്രചരണം വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും 10% റിസൾട്ടിനെ ഇത് ബാധിക്കുമെങ്കിൽ അത് പകുതിയായിട്ട് പോകാനെങ്കിലുമുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ UDFിന് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോഴാണെങ്കിൽ LDFിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പക്ഷത്തേക്ക് മാത്രമുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നേട്ടം, ആ നേട്ടം ഇത്തവണ UDFിന് മാത്രമായിട്ട് കിട്ടില്ല, അത് BJPക്ക് കൂടി കിട്ടും. അതിൻ്റെ ഉണ്ടാകുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ നിന്നും രണ്ട് വിഭാഗവും കുറേ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കൊണ്ടുപോയാലും നേട്ടം അവിടെ ത്രികോണ മത്സരമാകുമ്പോൾ കുറേ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക LDFിനായിരിക്കും. അതിനവർക്ക് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി അവർക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉള്ള ഒരു മേൽക്കൈ ഇപ്പോൾ പഞ്ചായത്തുകളിലും മറ്റും കിട്ടിയിരുന്ന മേൽക്കൈ സ്വാഭാവികമായിട്ട് കിട്ടും. കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പക്ഷേ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, കൊച്ചിയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് LDFിന് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കാം. മുനിസിപ്പാലിറ്റികളിലും കുറേ കൂടി മേൽക്കൈ ഉണ്ടാകാം, കോർപ്പറേഷനിലും ഉണ്ടാകും. വയനാടിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. വയനാടിൻ്റെ കാര്യത്തിൽ അത് UDFിൻ്റെ തട്ടകമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇത്തവണ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ, താങ്കൾ തന്നെ നേരത്തെ ചോദിച്ച പോലെ IC ബാലകൃഷ്ണൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജില്ലാതലത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയും മകൻ്റെയും മരണം, അത് കൂടാതെ തന്നെ മറ്റുള്ള ചില ആത്മഹത്യകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള കോൺഗ്രസ്സിന് അകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വയനാട്ടിൽ മേൽക്കൈ അങ്ങനെ നേടാൻ എളുപ്പമാവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, താങ്കൾ അരുൺകുമാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇത് എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല. അത് നടപടിയിലേക്ക് പോയിരുന്നെങ്കിൽ LDFിന് കുറേ കൂടി ശക്തമായിട്ട് ഭരണവിരുദ്ധ വികാരത്തെ കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പത്മകുമാറിനെതിരെ വെറുതെ ഒരു ആരോപണമല്ല, പത്മകുമാറിനെ പ്രതിയാക്കുക മാത്രമല്ല, പത്മകുമാർ ഇപ്പോൾ ഉള്ളത് സ്വന്തം വീട്ടിലല്ല, ജയിലിലാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ, ഒരാളെ ജയിലിൽ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് കൃത്യമായിട്ട്, അതിൻ്റെ മുഴുവൻ കടലാസുകളും ഞങ്ങൾ കണ്ടില്ല, FIR ഞങ്ങൾ കണ്ടില്ല, ചാർജ് ഷീറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. വാസുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടിയുടെ എന്തെങ്കിലും സ്ഥാനത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രാഥമികമായിട്ട് കാര്യം അവർ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ കുറേ കൂടി സൗകര്യമാകുമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും, ഞങ്ങളിനി കുറേ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് തലവെട്ടെന്ന് പറഞ്ഞാൽ പോലും അത് ജനം അത്രയങ്ങ് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ പോലെ ഈ സമയത്തായിരുന്നു അത് വേണ്ടിയിരുന്നത്. പക്ഷേ അത് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മാറ്റി നിർത്തുമെന്ന് അതുണ്ടായില്ല. ഷംഷാദ് മലിക്കാർ, ഇവിടെ
ഈ തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നത് വിവാദങ്ങളിൽ രണ്ടു കൂട്ടർക്കും അവരവരുടേതായ കാര്യങ്ങൾ പറയാം. പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം, അതാണ് നേരത്തെ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത്. ആ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ UDF-ന് കഴിയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് UDF-ന്റെ പ്രകടന പത്രികയിൽ 5 വർഷം കൊണ്ട് എല്ലാ ഭവനരഹിതർക്കും 5 ലക്ഷം വീടുകൾ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്നു. ഈ സർക്കാർ 4.25 ലക്ഷം വീടുകൾ പണിത് കഴിഞ്ഞു, 5 ലക്ഷത്തേക്ക് അടുക്കുകയാണ്. ഷംസാദ് വയനാട്ടിൽ നിന്നല്ലേ? കോൺഗ്രസിൻ്റെ വയനാട്ടിലെ വീട് എവിടെ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ പൊളിഞ്ഞു പോകുന്നതല്ലേ ഈ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം? പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞു. എന്നാൽ 18 മാസത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു പെൻഷൻ്റെ അല്ല, പല പല പെൻഷനുകളിൽ ചിലത് 18 മാസം, ചിലത് 4 മാസം, ചിലത് 6 മാസം എന്നിങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുടിശ്ശികയെല്ലാം തീർത്ത് 2000 ആയിട്ടത് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ കൈകളിലെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 32 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം കിട്ടാൻ പോകുന്നു. കുടുംബശ്രീകളാണെങ്കിൽ അവർക്ക് പ്രത്യേക ഗ്രാൻസ് ഇൻ എയ്ഡ് കിട്ടുന്ന സഹായം ഉണ്ടാവുന്നു. ചെറുപ്പക്കാർക്കാണെങ്കിൽ പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കില്ലേ? ഭരണവിരുദ്ധ വികാരത്തെ നിർവീര്യമാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ. അതവർക്ക് അനുഭവമായി കഴിഞ്ഞു, വാഗ്ദാനങ്ങളല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ഒരുമിച്ച് വോട്ടെഴുതിയാൽ അത് ഈ സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ വിജയമായി തീരും. കിറ്റ് കൊടുത്ത് നേടിയ വിജയമെന്ന് പറഞ്ഞതുപോലെ പെൻഷൻ കൊടുത്ത് നേടിയ വിജയമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വരുമോ ഷംസാദ് മരക്കാർ? അരുണിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ശ്രീ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയ CPM-ൻ്റെ നേതാവിനെ കുറിച്ച് പാർട്ടിക്ക് ഇതുവരെ അദ്ദേഹം തെറ്റ് ചെയ്തോ എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പണ്ട് പല കാര്യത്തിലും പറയാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തം കോടതിയുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തം പോലീസുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴും CPM-നൊഴികെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ പത്മകുമാർ തെറ്റ് ചെയ്തു എന്നും അതുകൊണ്ടാണ് SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നും അദ്ദേഹം ജയിലിൽ പോയത് എന്നുള്ള ബോധ്യമുണ്ട്. CPM-ന് ആ ബോധ്യം വരാനുള്ളൊരു താമസമുണ്ട് എന്നുള്ളതാണ്. ഇനി ശ്രീ സജീവൻ, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് പങ്കെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ട്. ഇത് ഏത് ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചത്? ഇത് ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ, ഇതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ബഡ്ജറ്റിൽ ഇത് പ്രഖ്യാപിക്കപ്പെട്ടൊരു പദ്ധതിയാണ്. പിന്നെ കേരളത്തിലെ പൊതു ഇടത്തിൽ നടക്കുന്ന യാതൊരു തരത്തിലുള്ള ഭരണവിരുദ്ധ കാര്യങ്ങളും ഇല്ല എന്നും ഈ കിറ്റ് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നതോടുകൂടി മുഴുവൻ വോട്ടർമാരും CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും CPM-ന് വലിയ വിജയമുണ്ടാകുമെന്ന് പറയുന്നത് കേരളത്തിലെ പൊതുബോധമുള്ള, പൊതു രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാരെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. അത് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഏത് സർക്കാരിനും പറ്റും. സർക്കാർ അധികാരത്തിലേക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കും. പക്ഷേ അരുൺകുമാറും സജീവനും പറയുമ്പോൾ ഈ CPM പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് കുറച്ചുകൂടിയും ജനങ്ങളിൽ താല്പര്യമുണ്ട് എന്നോ അല്ലെങ്കിൽ UDF-ൻ്റെ പ്രകടന പത്രികയിൽ വലിയ താല്പര്യങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ 2019, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2019 കേരളത്തിലെ ഇടതുപക്ഷം എല്ലാ പഞ്ചായത്തുകളിലേക്കും പെട്ടെന്നൊരു സർക്കുലർ വന്നു. ആ പഞ്ചായത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകളും ആ വീടിന് അപേക്ഷ നൽകണം, ലൈഫ് ഭവന പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അപേക്ഷ കൊടുത്തു. 1000-കണക്കിനും 2000-ഉം 3000-ഉം അപേക്ഷകൾ എത്തിയ പഞ്ചായത്തുകളുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. CPM രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വന്നു. ശ്രീ MV ഗോവിന്ദനാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നത്. അദ്ദേഹം ആദ്യം ചെയ്തത് ആ ലിസ്റ്റിനെ കുറിച്ച് പരിശോധിക്കാൻ ജനപ്രതിനിധികൾക്ക് പങ്കാളിത്തമില്ലാത്ത ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഒരു പരിശോധന കഴിഞ്ഞു, 6 മാസം പൂർത്തിയായി. അതിനുശേഷം വീണ്ടും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, ഒന്നുകൂടെ പരിശോധിച്ചു. അപ്പോൾ 1 വർഷമായി. വീണ്ടും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, വീണ്ടും ഒരു പരിശോധന നടത്തി, അപ്പോൾ 1.5 വർഷമായി. അപ്പോൾ ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിച്ചു. ഈ 3 ഘട്ടത്തിൽ ലിസ്റ്റ് വരുമ്പോൾ ഒരു പ്രശ്നം, 1000-ഓ 2000-ഓ ആളുണ്ടായിരുന്ന പഞ്ചായത്തിലെ ഭവന രഹിതരായ ആളുകളുടെ എണ്ണം, വീടിന് അർഹതപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 500-ലേക്ക് പോലും മാറി. ആ ആളുകളെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു. ചെറിയ കാരണങ്ങളാണ്, അര ചുമര് ഉണ്ട്, അല്ലെങ്കിൽ 2 കഴുക്കോലുണ്ട്, 4 ഓടുണ്ട് എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ പറഞ്ഞ് അവരെ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം ലൈഫ് ഭവന പദ്ധതിയിൽ സർക്കാർ എന്താ ചെയ്തത്? ആദ്യം സർക്കാരിൻ്റെ സർക്കുലർ വന്നത് എന്താണ്? അതിദാരിദ്ര്യരായ ആളുകൾക്ക് ഭവനം നൽകിച്ചു കൊടുക്കണം. രണ്ടാമത് സർക്കുലർ വന്നു, SC വിഭാഗത്തിലും ST വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഭവനം നൽകണം. അതിനുശേഷം മാത്രമേ ജനറൽ വിഭാഗത്തിന് ഭവനം നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ 23 പഞ്ചായത്തിലെ 7 പഞ്ചായത്ത് ഒഴികെ ബാക്കി ഒരു പഞ്ചായത്തിലും കാര്യമായി ജനറൽ വിഭാഗത്തിലേക്ക് ഈ വീട് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത്, ഞാൻ ഉദാഹരണം പറയാം, CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തിയാക്കി വരണമെങ്കിൽ ഇനിയും ഒരു 2 വർഷത്തെ സമയമെടുക്കും. ഈ അവസാന മാസം,
കഴിഞ്ഞ മാസമാണ് ഹഡ്കോ വായ്പയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുണ്ടാക്കുന്നത്. ഇനി PMAY പദ്ധതിയുണ്ട്. ഇതോടെ പറഞ്ഞ് ഞാൻ വീടിൻ്റെ കാര്യം പറയാം. PMAY പദ്ധതി കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശം ഷെയറാണ്. അതിലേക്ക് പുതിയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അപേക്ഷ ക്ഷണിക്കണം. അതിന് പകരം നമ്മുടെ സർക്കാർ എന്താ ചെയ്തത്? ലൈഫ് ഭവന പദ്ധതിയിലുള്ള ആളുകളെ നേരെ PMAY ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ആ ലിസ്റ്റ് കേന്ദ്രത്തിന് സമർപ്പിച്ചു. അതായത് ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റ് ഉണ്ടാവുന്നത് 2020 ആ 2020 അപേക്ഷ കൊടുത്ത് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയ ആളുകളും 2020 മുതൽ 25 വരെ കേരളത്തിൽ വീടിന് വേണ്ടി അപേക്ഷ നൽകിയവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെ മാത്രം PMAY കൊടുത്തു. ഈ PMAY ലിസ്റ്റിൻ്റെ കാലാവധി 5 വർഷമാണ്. 2030 വരെ കേരളത്തിൽ ഒരാൾക്ക് പോലും PMAY ലിസ്റ്റിൽ അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. ഇതാണോ സർക്കാരിൻ്റെ ഭവന മേഖലയിലെ നയമെന്ന് പറയുന്നത്? അപ്പോൾ ഇതല്ല നയം. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ചർച്ചയുണ്ടാവും. അവര് പ്രയോറിറ്റി ലിസ്റ്റിൽ തന്നെ പെട്ടവരല്ലേ? അവര് ഭവനരഹിതരല്ലേ? 2030 വരെ പുറത്തൊരാളെ ചേർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും നിലവിൽ പട്ടികയിലുള്ളത് ഭവനരഹിതരായ വീട് ആവശ്യമുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട് ഗ്രാമസഭ തിരഞ്ഞെടുത്തവർ തന്നെയല്ലേ? അല്ല, പറയാം. ഗ്രാമസഭ തിരഞ്ഞെടുത്തതല്ല. 2019 വാങ്ങിയ അപേക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ആളുകൾ ഇപ്പോഴും ഒഴിവായി കിടക്കുന്നു. 2020 അപേക്ഷ വാങ്ങിയ ആളുകളെ അപേക്ഷ നമ്മൾ ക്ഷണിച്ചത് ലൈഫ് ഭവന പദ്ധതിയിലേക്കാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്റ്റാണ്. അവിടെ നിന്ന് PMAY പദ്ധതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വീടുകൾ, ഒരു ദിവസം 182 വീടുകൾ, ഒരു മണിക്കൂറിൽ 6 വീടുകളിലധികം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് അരുണേ. ഈ സർക്കാരിന്റെ കണക്ക് എന്ന് പറയുന്നത് സർക്കാർ ആകെ മൊത്തം ഒരു കണക്ക് പുകമറ പോലെ പറയുകയാണ്. PMAY പദ്ധതി ചൂണ്ടിക്കാണിച്ചാൽ അവിടെ ഒരു വീടില്ലേ? കോൺഗ്രസ്സുകാർ വയനാട്ടിൽ പ്രഖ്യാപിച്ചതുപോലെ അല്ലല്ലോ. അല്ല, പറയട്ടെ. അല്ല, വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരോ പ്രഖ്യാപിച്ചാൽ ആ വീട് പണിത് കൊടുക്കും. അതിൽ അരുൺകുമാറിന് സംശയം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അത് പണിത് കൊടുക്കേണ്ട സമയത്ത് പണിത് കൊടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം അധികാരമുള്ള നേരിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളായതുകൊണ്ടും ഞാൻ അങ്ങേ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാത്തതാണ്. ഈ ഒരൊറ്റ ചോദ്യം കേരളത്തിലെ വോട്ടർമാർ ചോദിച്ചാൽ കോൺഗ്രസ് നിന്ന് വേർക്കൂലേ? കോൺഗ്രസ് പറഞ്ഞ ആ വീട് എവിടെ? 100 വീടുകൾ എവിടെ? യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വീട് എവിടെ? സ്ഥലമെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? സംഷാദ് വയനാട്ടുകാരനല്ലേ? സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ കോൺഗ്രസ്? അതെ, സ്ഥലം 2 സ്ഥലം അരുൺകുമാറിൻ്റെ ചാനലിലെ ആളുകളോട് പറയൂ, ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. 2 സ്ഥലം പോയി നോക്കൂ. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. ആ സ്ഥലം ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അത് തയ്യാറാകും. ഇനി സർക്കാർ പൂർത്തിയാക്കി എല്ലാവരും പറയട്ടെ. ഞാൻ ശ്രീ അരുൺകുമാർ, ഞാൻ പറയട്ടെ. സർക്കാർ ഭവനങ്ങൾ നിർമ്മിച്ച് പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ കൈമാറി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മുഴുവൻ ആളുകളും ആ ഭവനത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അല്ല, 50 വീടിൻ്റെ പണി മാത്രമാണ് ഒരു ഘട്ടം പൂർത്തിയായിട്ടുള്ളൂ. ഇനി 450 350 വീടുകളുടെ പണി പൂർത്തിയാകാനുണ്ട്. അത് യാഥാർത്ഥ്യമല്ലേ? ഇവിടെ 2 സ്ഥലം ഞങ്ങൾ നോക്കി. 2 സ്ഥലത്തിനും പ്രശ്നം എന്താണ്? അരുണ്ണും അറിയാലോ. ആ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നിയമപ്രശ്നങ്ങളുണ്ടായി. കുറേ സ്ഥലങ്ങൾ നോക്കി മാറ്റിവെച്ചു. ഇനി ആ 2 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അവിടത്തേക്ക് നമ്മളെ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും. അതിന് ആ സർക്കാരിനോടൊപ്പം തന്നെ വേഗതയിൽ സർക്കാർ 400 വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ 4/1 സമയം കൊണ്ട് 100 വീട് നിർമ്മിക്കാമല്ലോ. അതേ വേഗതയിൽ കോൺഗ്രസിൻ്റെ വീടുകൾ നിർമ്മിക്കും. ഞാൻ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ചൊരു സർക്കാർ സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ട്രഷറി ബാൻ ഇപ്പോൾ ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ സാധാരണ മാർച്ച് മാസത്തിലാണ് ട്രഷറി നിയന്ത്രണം ഉണ്ടാവുക. കഴിഞ്ഞ 3 മാസം മുമ്പ് ട്രഷറി നിയന്ത്രണം ആരംഭിച്ചിരിക്കുന്നു. പഞ്ചായത്തുകളിൽ പ്രതിസന്ധിയുണ്ട്. സ്മാർട്ട് പദ്ധതി കൊണ്ടുവന്നു. പൂർണ്ണമാകാത്ത ഒരു പദ്ധതി ലോഞ്ച് ചെയ്തു. അതിൻ്റെ പ്രതിസന്ധികളുണ്ട്. അത് ഉദ്യോഗസ്ഥർക്ക് പോലും അതിൻ്റെ പരിശീലനം കൃത്യമായി കിട്ടിയില്ല. ജനപ്രതിനിധികൾക്കും അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. തദ്ദേശ വകുപ്പ് ഏകീകരിച്ചു. ഏകീകരണം വലിയ കൊട്ടിഘോഷിച്ച് നടത്തി. അതിനുശേഷം പല പോസ്റ്റിലേക്കും ആളുകൾ വരുമ്പോൾ കേസുകളും പരാതികളുമായി പഞ്ചായത്തിലെ പല പോസ്റ്റുകളും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്തിൽ AE ആയി വരുന്ന ആളുകൾ മറ്റു വകുപ്പിലേക്ക് ഓവർസിയറായി പോകുന്ന സാഹചര്യം ഉണ്ടായി.
ഇത് തദ്ദേശ വകുപ്പിനെ ബാധിച്ച കാര്യമാണ്. സർക്കുലർ രാജായിരുന്നു ഈ 5 വർഷക്കാലം എന്ന് പറയുന്നത്. ഓരോ പദ്ധതിക്കും പണം മാറ്റിവെക്കാൻ തിരുവനന്തപുരത്തു നിന്നൊരു ഉത്തരവ് വരുന്നു. ആ ഉത്തരവിനനുസരിച്ച് പഞ്ചായത്തുകൾ പണം മാറ്റിവെക്കണം. അത് സർക്കാരിൻ്റെ നവകേരള സദസ്സായാൽ മാറ്റിവെക്കണം, കേരളീയമായാൽ മാറ്റിവെക്കണം, സർക്കാരിൻ്റെ വാർഷികമായാൽ മാറ്റിവെക്കണം, സർക്കാരിൻ്റെ തൊഴിൽമേള, ഈ സർക്കാർ പദ്ധതികൾ മാത്രം നടത്തുന്ന ഒരു ഏജൻസിയായി തദ്ദേശ സ്ഥാപനങ്ങളെ മാറ്റി. തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് സ്വന്തം അധികാരമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ്. ജനകീയാസൂത്രത്തിൻ്റെ മാനദണ്ഡം തന്നെ അതാണ്. അത് പരാജയപ്പെട്ട 5 വർഷമാണ് കേരളത്തിൽ കടന്നുപോയത് എന്നുള്ളതാണ്. അതും ചർച്ചയാകും. തദ്ദേശ ഒരു കാര്യം പറയാം, അരുൺ, CPM-ൻ്റെ പ്രതിനിധി മറുപടി പറഞ്ഞാൽ മതി. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ റോഡുകളും സൈഡിൽ കുഴിയെടുത്തു. ആ പദ്ധതി നിന്നിരിക്കുകയാണ് ഇപ്പോൾ. ആ റോഡ് നന്നാക്കേണ്ട ബാധ്യത പഞ്ചായത്തിന്. ആ റോഡിൽ കുഴിയെടുത്തത് സർക്കാർ, അത് തിരിഞ്ഞു നോക്കാത്ത സർക്കാർ, അതിൻ്റെ ബാധ്യത പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. ഇത്തരത്തിലാണ് നിലാവ് പദ്ധതി. അതിനെക്കുറിച്ച് താങ്കൾ പറയൂ. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി കേരളത്തിൽ അതിനെയൊക്കെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലാവ് എന്ന് പറയുന്ന പദ്ധതിയാക്കി. ലൈറ്റും ഇല്ല, നിലാവും ഇല്ല, ഉള്ള കരണ്ടും പോയി എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ടുണ്ടായ മെച്ചം. ഇത്തരത്തിലുള്ള ചില പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഈ കറണ്ടില്ല എന്നൊരവസ്ഥ ഒരിക്കലും അനുഭവവേദ്യമായിട്ടില്ലല്ലോ. പവർ കട്ട് എന്നുള്ളത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായിട്ട് ഇവർ പറയുന്നത്. ഓരോ മേഖലയായിട്ട് എടുത്തു നോക്കിയാൽ ജനങ്ങളുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് സംശാദ് മരക്കാർ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ എന്തിനാണ് UDF വോട്ട് കൊടുക്കുന്നത്? UDF-ൻ്റെ കാലത്ത് KSEB അവിടെ കറണ്ട് കട്ടുണ്ടായിരുന്നു, പവർ കട്ടുണ്ടായിരുന്നു, ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പവർ കട്ടുമില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. വാക്ക് തന്നെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അന്ന് 5000 വീട് UDF നിർമ്മിച്ചു, ഇപ്പോൾ 4.25 ലക്ഷം വീട് LDF നിർമ്മിച്ചു. കണക്കാണ് പറയുന്നത്. പട്ടയത്തിൻ്റെ വിതരണം ഓരോ മിനിറ്റിലും 110, 112 പട്ടയങ്ങൾ ഓരോ മണിക്കൂറിലും വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇവിടെ പ്രചരണം നടക്കുന്നത്. അപ്പോൾ പല പല വകുപ്പുകളും അവരുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആകെയുള്ള 900 പ്രകടന പത്രികയിൽ 780 എണ്ണവും പൂർത്തീകരിച്ചുവെന്നാണ് പറയുന്നത്. അപ്പം പൂർത്തീകരിച്ച പ്രകടന പത്രികയുമായി പോകുമ്പോൾ വോട്ടർമാർക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമോ സംശാദ് മരക്കാർ? വോട്ടർമാർക്ക് ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വൈദ്യുതി നിരക്ക് കൂട്ടിയത് വോട്ടർമാർക്ക് ചാഞ്ചാട്ടം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഭൂനികുതി വർദ്ധിപ്പിച്ചത് വോട്ടർമാർക്ക് ചാഞ്ചാട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടിവെള്ളത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചത് വോട്ടർമാർക്ക് സാധ്യതയുണ്ട് ചാഞ്ചാട്ടത്തിന്. പെർമിറ്റ് എടുക്കുമ്പോൾ പണം കുത്തനെ കൂട്ടിയത് വോട്ടർമാർക്ക് ചാഞ്ചാട്ടം ഉണ്ടാകും. അങ്ങനെ വോട്ടർമാർക്ക് ചാഞ്ചാട്ടം ഉണ്ടാകുന്ന കാര്യമൊക്കെ സർക്കാർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഭൂനികുതി കൂട്ടിയതിനെ കുറിച്ച് ആരോട് പറയുന്നുണ്ടോ? ഇനി പെർമിറ്റ് എടുക്കുന്നതിന്റെ വ്യത്യാസം വന്ന തുക ഈ പഞ്ചായത്തുകൾ ഇപ്പൊ ഗ്രാമത്തിലാണെങ്കിലൊക്കെ ആ ഭൂനികുതി കൂട്ടിയതും ഇപ്പോൾ കിട്ടുന്ന പെൻഷനുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കാവുന്നതല്ലേ ഉള്ളൂ സംശാദ്. മാത്രമല്ല അത് വർധനയല്ലേ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇവർക്ക് ഈ പെൻഷൻ കൊടുക്കുന്നതോടു കൂടി ഇവരുടെ മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഇതിൽ നിന്നും മാറ്റി നിർത്തുമെന്നാണ് താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഒരു പെർമിറ്റ് എടുത്താൽ അതിന്റെ പണം അടയ്ക്കേണ്ടത് ഈ കിട്ടുന്ന പെൻഷൻ പൈസയിൽ നിന്നല്ലേ? കൂടി ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതിദാരിദ്ര്യമുക്ത പദ്ധതി കൊണ്ടുവന്നു, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ. അത് വലിയ രീതിയിൽ നോക്കൂ. അതെ, ഞാൻ പറയാം. അതിദാരിദ്ര്യ മുക്തമാക്കി ഈ സംസ്ഥാനത്തെ നവംബർ 1 പദ്ധതിയായി പ്രഖ്യാപിക്കുമ്പോൾ അതിനു വേണ്ടി സർക്കാർ ചെലവഴിച്ച തുക എത്രയാ? സർക്കാരിന്റെ എന്താണ് അതിലെ കോൺട്രിബ്യൂഷൻ? അതിനൊന്ന് പറയൂ. 1000 കോടി എന്നാണ് സർക്കാരിന്റെ കണക്ക് വിവിധ വകുപ്പുകളിൽ. അതെവിടെ ചെലവാക്കിയെന്ന് പറയും. അതെവിടെ ചെലവാക്കിയത്? വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി, കാരുണ്യമായി സഹകരിച്ച് ആശുപത്രികളിലെ മെഡിക്കൽ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടി എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ ഞാനൊന്ന് പറയാം. സർക്കാർ ഒരു സർക്കുലർ ഇറക്കി. ഈ അതിദാരിദ്ര്യരായ ആളുകളെ തിരഞ്ഞെടുത്തൊരു ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം ഈ അതിദാരിദ്ര്യ ലിസ്റ്റ് ഉണ്ടാക്കി. അത് പഞ്ചായത്തുകൾക്ക് കൈമാറി. തിരുവനന്തപുരത്തു നിന്നൊരു കത്ത് വന്നു. ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് വാതിൽപ്പടി സേവനം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ വാതിൽപ്പടി സേവനം കൊടുക്കാൻ സർക്കാർ 1 രൂപ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തന്നില്ല. പഞ്ചായത്തുകൾ നൽകി. അതിനുശേഷം അവിടുത്തെ ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഉത്തരവ് വന്നു, ഇവർക്ക് മരുന്ന് നിങ്ങൾ കൊടുക്കണം. ഈ പഞ്ചായത്തിന് ഇപ്പോൾ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളുണ്ട്.
ഓൺ ഫണ്ട് പോലും ഇല്ലാത്ത ആ പഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കി. ഭൂമി വാങ്ങിയത് പഞ്ചായത്ത്, അവിടെ വീട് വെച്ച് കൊടുത്തത് പഞ്ചായത്ത്, മരുന്ന് കൊടുത്തത് പഞ്ചായത്തുകൾ. അത് LDF UDF പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. 1 രൂപ, എന്നാൽ അതിദാരിദ്ര്യർ ഇത്രയും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ തുക സർക്കാർ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. ഞങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നടന്നു എന്നിട്ടാണോ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇതെന്താണ് ഇങ്ങനൊരു പദ്ധതി എന്ന് ചോദിച്ചത്? പറയാം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതായിരുന്നില്ല സർക്കാരിൻ്റെ ആദ്യത്തെ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് നമ്മളുടെ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക, അതെല്ലാ പഞ്ചായത്തുകളും അവരെ കൊണ്ട് അതേ പേര് തന്നെയാണ്. ഗോവിന്ദൻ മാഷ് പറയാം. അല്ല, KS അരുൺകുമാർ, എനിക്കറിയാം അങ്ങേക്ക് സമയം കിട്ടിയിട്ടില്ല, കോൺഗ്രസ് പ്രതിനിധിക്കാണ് കൂടുതൽ സമയം കിട്ടിയത്. പക്ഷേ അതിനുള്ള മറുപടി അങ്ങേക്ക് പറയാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഉന്നയിച്ചത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയെങ്കിലും ജനങ്ങൾ ഭൂനികുതി വർദ്ധിപ്പിച്ചതിൻ്റെ കാര്യത്തിലടക്കം വലിയ രീതിയിൽ അസ്വസ്ഥരാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതാണ് കോൺഗ്രസ് പ്രചരണായുധമാക്കി മാറ്റുന്ന വിവാദങ്ങൾക്കപ്പുറമുള്ള ഒരു വിഷയം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം, സർക്കാർ പൈസ കൊടുക്കാതെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നെടുത്ത് നടപ്പാക്കിയ പദ്ധതി, അതാണ് കോൺഗ്രസിന്റെ വിമർശനം. KS അരുൺകുമാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതേ LDF സർക്കാരെ, സഖാവ് പിണറായി വിജയനെ വെറും 4,70,000 വീടേ കൊടുത്തുള്ളൂ 5 വർഷം കൊണ്ട്, 9.5 വർഷം കൊണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതായത് അദ്ദേഹം അംഗീകരിച്ചു 4,70,000 വീട് കൊടുത്തു എന്ന്. അതായത് ആകെ ഒരു ദിവസം 133 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം 48,545 വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. UDFന്റെ 5 കൊല്ലം ആകെ കൊടുത്തത് 4,189. ഒരു ഭാഗത്ത് 4,189, ഇപ്പുറത്ത് 4,70,000. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതേ പിണറായി സർക്കാരെ ആകെ പട്ടയം കൊടുത്തതേ 4,10,000 എന്ന് അംഗീകരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് ഒരു വർഷം 43,478 പട്ടയം, ഒരു ദിവസം 120 പട്ടയം, ഒരു മണിക്കൂറിൽ 5 പട്ടയം. അതേപോലെ തന്നെ UDF അംഗീകരിച്ചത് 9.5 വർഷം കൊണ്ടേ 3,02,000 പേർക്ക് PSC നിയമനം കൊടുത്തുള്ളൂ എന്ന്. അതായത് ഒരു വർഷം 31,815 നിയമനം, ഒരു ദിവസം 2,681 നിയമനം. അതുപോലെ ദിവസം ആ നിയമനത്തിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ കിഫ്ബി 9.5 വർഷം കൊണ്ട് 90,565 കോടി രൂപയുടെ 1,192 പദ്ധതികൾ. അതായത് ഒരു വർഷം 10,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന രംഗത്തെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുകയാണ്. അതുപോലെ തന്നെ 4.5 വർഷം കൊണ്ട് 35,000 കോടി രൂപയാണ് റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ മൊത്തം റോഡുകളുടെ 60.12% BMBC ആയിട്ട് മാറിയിരിക്കുക. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പണമില്ലെന്ന് പറഞ്ഞല്ലോ. റോഡ് വികസനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കഴിഞ്ഞ 5 വർഷമായി കൊടുത്തത് 8,867 കോടി രൂപയാണ്. ഈ UDF ഗവൺമെന്റിന്റെ കാലത്ത് ആകെ വന്ന സ്റ്റാർട്ടപ്പ് 5 വർഷം കൊണ്ട് 300 ഈ LDF സർക്കാരിന്റെ കാലത്ത് അത് 7,400 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ കാർഷിക മേഖല കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 24,990 ഹെക്ടർ തരിശു ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. അതുപോലെ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് എത്ര വന്നു എന്നറിയോ? ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1,23,00,000 വിദേശ സഞ്ചാരികളാണ് കേരളത്തിലേക്ക്, ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത്. അതിൽ 1,19,00,000 തദ്ദേശീയരായിട്ടുള്ള വിനോദസഞ്ചാരികൾ. അതുപോലെ കേരളത്തിന് പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് 3,83,000. അങ്ങനെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞു, സപ്ലൈകോ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞു, പെൻഷൻ മുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കൃത്യമായി സപ്ലൈകോ പൂട്ടിയില്ല, ട്രഷറിയും സപ്ലൈകോ കൃത്യമായിട്ട് തന്നെ തുറന്നു, കാര്യക്ഷമമായിട്ട് വിതരണം ചെയ്തു. ട്രഷറി പൂട്ടിയില്ല, പെൻഷൻ മുടങ്ങിയില്ല. അതുപോലെ തീരദേശ ഹൈവേ, അതുപോലെ ദേശീയപാത, മലയോര പാത, ദേശീയ ജലപാത, ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മഹത്തായ മാതൃക, ഇടമൺ കൊച്ചി ദേശീയപാത, അതുപോലെ വ്യവസായ ഇടനാഴി, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് വികസനം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ UDFന്റെ കാലത്ത്. ഈ കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനമില്ലാത്ത 10 വർഷം, പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ട്രഷറി അടച്ചുപൂട്ടാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ ഇപ്പൊ കുടിശ്ശികയില്ലാത്ത 10 വർഷം, റേഷൻ മുടങ്ങാത്ത 10 വർഷം, സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷം. പ്രകടന പത്രികയിൽ ഞങ്ങൾ ആദ്യം 600 കാര്യങ്ങൾ പറഞ്ഞു, 590 നടപ്പാക്കി. ഇപ്പൊ 900 കാര്യങ്ങൾ പറഞ്ഞു. 750, 800 ഒക്കെ കഴിഞ്ഞ് 900ലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ 5 മാസം കൊണ്ട് ഞങ്ങൾ കടക്കും. ഇതൊന്നും കൂടാതെ തന്നെ അതിദരിദ്ര സർവേ നടത്തി അതിന് പരിഹാരമായി. അതുപോലെ വീട്ടമ്മമാർക്ക് പെൻഷൻ, യുവജനങ്ങൾക്ക് പെൻഷൻ. ഇതൊക്കെ നിങ്ങൾ ഏത് ബജറ്റിലാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇതൊക്കെ സാമൂഹ്യ യാഥാർത്ഥ്യമല്ലേ? ഈ കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് 18 വയസ്സിൽ മുകളിലുള്ളവരുടെ ജനസംഖ്യ 2.25 കോടി.
സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നത് 64 ലക്ഷം, വീട്ടമ്മയുടെ പെൻഷൻ മേടിക്കുന്നത് 34 ലക്ഷം, യുവജനങ്ങളുടെ പെൻഷൻ സ്റ്റൈഫൻഡ് വാങ്ങിക്കുന്നത് 5 ലക്ഷം. അതായത് 1 കോടിയിലധികം ഗവൺമെന്റിന്റെ പ്രത്യേക കരുതൽ ശ്രദ്ധ കിട്ടുന്ന കേരളമായിട്ട് ഈ കേരളം മാറുകയാണ്. അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം, 1 പശ്ചാത്തല വികസനം, 2 സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ, 3 വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ ഇവ നടപ്പാക്കി വികസിത രാജ്യങ്ങളിലെ പിന്നിലാക്കിയാണ് നമ്മൾ കുതിക്കുന്നത്. ശിശു മരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. അതുപോലെ മാനവവിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക എടുത്തു നോക്ക്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് പിന്നിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം. 2 കാര്യങ്ങളിലല്ലേ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയാറ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടമില്ല. ഈ ലോകത്ത് 180 രാജ്യങ്ങളിൽ 81 രാജ്യങ്ങളിലെ കുട്ടികൾ, 2620 കുട്ടികൾ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 61 ലോക രാജ്യങ്ങളിലെ 1859 കുട്ടികൾ ഈ തവണ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമനം അതിന്റെ പകുതിയിലധികം ഈ കേരളത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു, 20 എണ്ണം. അതിൽ 3 എണ്ണം ഈ കേരളത്തിൽ നിന്നാണ്. 100 കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു, അതിൽ 20 എണ്ണം ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു, അതിൽ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നപ്പോൾ ഇവർ കൊട്ടിഘോഷിച്ചു, നമ്മളത് 15ാം സ്ഥാനത്തായി. കഴിഞ്ഞ വർഷം നമ്മൾ 1ാമതായി. ഈ തവണയോ ആ 1ാം സ്ഥാനം നിലനിർത്തുമ്പോൾ 100ൽ 99.3% പോയിന്റ് നമ്മൾ നേടി, ഏറ്റവും മുന്നിൽ, ശക്തമായി മുന്നിൽ. അപ്പൊ UDFന് ഒരു അക്ഷരം പോലും ഉരിയാടാൻ കഴിയുന്നില്ല. ഡിജിറ്റൽ കേരളമായിട്ട് മാറി. വിവാഹം കഴിക്കുന്ന ദമ്പതികൾ സ്റ്റേജിൽ വെച്ചൊരു ക്ലിക്ക് ഞെക്കുമ്പോഴേക്കും മൊബൈൽ ഫോണിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് വരികയാണ്. ഡിജിറ്റൽ കേരളമായിട്ട് മാറി. അതുപോലെ ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർ മാറ്റി പറയുന്നു, ഏറ്റവും വ്യവസായ സൗഹൃദ നാടായിട്ട് ഈ കേരളം മാറി. ലോകത്തിന്റെ വലിയ വലിയ സ്റ്റാർട്ടപ്പുകൾ ഈ കേരളത്തിൽ വന്ന് ആരംഭിക്കുന്നു. 10 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിക്കാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസും വേണ്ട, ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും വേണ്ട. 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. ഇത്തരത്തിൽ സൗഹൃദ കേരളമായി, വ്യവസായ സൗഹൃദ കേരളമായി ഈ കേരളം മാറി. നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി, കല്ലിട്ടാൽ കപ്പൽ ഓടുമോ? ഈ കൊച്ചി മെട്രോ ഇപ്പോൾ ഇൻഫോ പാർക്കിലേക്ക്, അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കല്ലുകൾ കൂടിയല്ലേ വിഴിഞ്ഞമാവട്ടെ, മെട്രോ ആവട്ടെ, കണ്ണൂർ എയർപോർട്ട് ആവട്ടെ, ഒരുപാട് കല്ലുകൾ. അതെ, കല്ലിട്ടാൽ കപ്പൽ ഓടില്ലല്ലോ, അതുപോലെ കല്ലിട്ടാൽ മെട്രോ ഓടില്ലല്ലോ. ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിളിച്ച് പ്രത്യേക അവാർഡ് കൊച്ചി മെട്രോയ്ക്ക് കൊടുത്തു. ഇത്ര മികച്ച മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി മെട്രോ ലാഭത്തിൽ, ജല മെട്രോ കൊച്ചിയിലെ 10 ദ്വീപുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ച ഡൽഹിയും ഉത്തർപ്രദേശും നമ്മൾ കണ്ടു. ഈ തുരുത്തിയിലേക്ക് ചെന്നാൽ ദാരിദ്ര്യത്തെ, ചേരിയിൽ കിടക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്ത ഏത് നാടുണ്ട് ഈ ലോകത്ത്? തിരുവനന്തപുരത്തേക്ക് ചെല്ല്, നമുക്കറിയാം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഓക്കി ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു. മുഴുവൻ ആളുകൾക്കും പുനഃഗ്രഹം പദ്ധതിയുടെ ഭാഗമായിട്ട് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. ചൂരൽമല, മുണ്ടക്കൈ, പലരും പറഞ്ഞല്ലോ ഇനി കുട്ടികൾ കുടുക്ക പൊട്ടിക്കില്ല, ഇനി ഉമ്മമാർ ആടിനെ വിൽക്കില്ല, പശുവിനെ വിൽക്കില്ല, ഇനി ഒരു നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ സ്ഥലം കണ്ടെത്താൻ പോകുകയാണെന്ന്. മിസ്റ്റർ പ്രതിനിധി, ഒറ്റ കാര്യം, ഈ മാർച്ച് മാസത്തിൽ അവിടെ വീട് നഷ്ടപ്പെട്ട 524 കുടുംബങ്ങൾക്കും ഒരേ സമയം ഈ ഗവൺമെന്റ് വീട് നിർമ്മിച്ചു കൊടുക്കും. ആ വീടിന്റെ പുരോഗതി, പണിയുടെ പുരോഗതി ഗംഭീര അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരേ രൂപത്തിൽ 524 വീട്. കേന്ദ്ര സഹായം കാത്തിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് പൂർത്തീകരിച്ച് ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുക. നിങ്ങളുടെ ആപ്പ് എവിടെ? നിങ്ങൾ ഇതിന് പണം പിരിക്കാൻ നോക്കിയ ആപ്പ് എവിടെ? ഇപ്പൊ ഒരു ആപ്പും ഇല്ല, ഒരു ഒന്നുമില്ല, നമുക്കറിയാം. അതിനുശേഷം 88 ലക്ഷം രൂപ കിട്ടിയെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിച്ചു. 1 രൂപ നിങ്ങൾ മുടക്കിയോ? നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞില്ലേ 7 ലക്ഷം പിരിച്ചു, 8 ലക്ഷം പിരിച്ചു. കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഒരു വീട് പോലും പണിയാതെ ഒരു കല്ലിടാൻ നിങ്ങൾക്ക് പറ്റിയോ? എവിടെ കർണാടകത്തിലെ കോൺഗ്രസ് പറഞ്ഞ വീട്? എവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ വീട്? എവിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വീട്? എവിടെ KPCCയുടെ 1000 വീട്? പിന്നെ അത് 100 വീടാക്കി, 50 വീടാക്കി. എവിടെ യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്? ഒരു വീട് നിങ്ങൾ കൊടുത്തോ? ഒരു വീട്. എന്നിട്ടാണ് നിങ്ങൾ ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയെ കുറ്റം പറയാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പൊക്കോ, ആരോപണങ്ങളുടെ പുറകെ പൊക്കോ. ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികൾ, ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഓരോ ദിവസം വീട് വീടാന്തരം കയറുമ്പോൾ ആ വീട്ടമ്മമാർ ഞങ്ങളോട് വന്ന്, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ കൃത്യമായി പെൻഷൻ കിട്ടിയ സന്തോഷത്തിലും, അതുപോലെ ഞങ്ങളുടെ കെയറിന്റെ കൃത്യമായിട്ടുള്ള സുരക്ഷയുടെ സന്തോഷം. ആയുർദൈർഘ്യം കേരളത്തിൽ 80-85 കഴിഞ്ഞ് മുന്നേറുക. എല്ലാ രംഗത്തും ഗവൺമെന്റിന്റെ ശ്രദ്ധ, കരുതൽ എത്തിച്ചേരുകയാണ്. ഇതാണ് ഗവൺമെന്റ്. ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞില്ലേ, CM എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ എന്ന് മാത്രമല്ല അർത്ഥം, ക്രൈസിസ് മാനേജറാണ്. ക്രൈസിസ് മാനേജറായിട്ട് കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതിയതുപോലെ എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ്.
എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന, വർഗീയ കലാപങ്ങളില്ലാത്ത, ജാതി, മതം, ഭാഷ, വേഷവിധാനം, മറ്റേത് ഒരു വിവേചനവുമില്ലാതെ, അന്ധവിശ്വാസം, അനാചാരം, സാമൂഹ്യ ജീർണത, തൊട്ടുകൂടായ്മ, ഒരു വിവേചനമില്ലാതെ ഈ കേരളം കുതിച്ചു മുന്നേറുന്നത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കും. മറ്റു വിവാദങ്ങൾ എത്ര നിങ്ങൾ ഉയർത്തിയാലും ജനങ്ങൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതേപോലെ വിവാദമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം, അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ വെച്ച് സ്വർണം, അതുപോലെ എത്രയോ വിവാദങ്ങൾ, ലൈഫ് പദ്ധതിയുടെ അഴിമതി, ഇതൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6 കോർപ്പറേഷനിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 581 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം നേടി കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയത്. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ചരിത്രം? ആരാണോ ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത ചരിത്രമേ ഈ കേരളത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ആദ്യമായി ആ ചരിത്രം തിരുത്തി എഴുതിയത് 2020 ഡിസംബർ മാസം 16-നാണ്. ആധികാരികമായ വിജയം 5 തലത്തിലേക്കും നേടാൻ കഴിഞ്ഞു. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് ചരിത്രം തിരുത്തി എഴുതി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടി. ആ സമാനമായിട്ടുള്ള സാഹചര്യം ആവർത്തിക്കും. അതിനുവേണ്ടി ജനം കൃത്യമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ വിവാദങ്ങളെയെല്ലാം അവർ കുഴിച്ചു മൂടി അവസാനിപ്പിക്കും കേരളത്തിലെ ജനത, ഒരു സംശയം വേണ്ട. എനിക്ക് 2 മിനിറ്റ് കൂടി നിരീക്ഷകർക്കുണ്ട്. മോഹൻ വർഗീസ്, ഇപ്പോൾ രണ്ടുപേരുടെയും വാദങ്ങൾ നമ്മൾ കേട്ടു. ഒരു ഭാഗത്ത് ഈ സർക്കാരിൻ്റെ പ്രകടന പത്രിക 900 പ്രകടന പത്രികയിൽ 800 കടന്നിരിക്കുന്നുവെന്നാണ് KS അരുൺകുമാർ പറഞ്ഞത്. 600-ൽ 590 2020 പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങൾ പ്രകടന പത്രിക വായിച്ചു നോക്കിയിട്ടല്ല, അനുഭവവേദ്യമായിട്ടാണ്. ഈ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 62 ലക്ഷം വൃദ്ധരായിട്ടുള്ള മനുഷ്യർക്കാണ്, 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് 2000 രൂപ പെൻഷൻ കിട്ടുന്നത്. ഈ മാസം അവർക്ക് 3200 രൂപ പെൻഷൻ കുടിശ്ശിക അടക്കം കിട്ടി. ഇനി കുടിശ്ശികയില്ല. യുവതികളിൽ നോക്കിക്കഴിഞ്ഞാൽ 34 ലക്ഷം പേർക്കാണ് 1000 രൂപ വെച്ച് കിട്ടാൻ പോകുന്നത്. അത് വലിയ കണക്കാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക്, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് സ്കോളർഷിപ്പിൻ്റെ പേരിൽ കിട്ടാൻ പോകുന്നത് 5 ലക്ഷം ആളുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി മനുഷ്യർക്ക് സർക്കാർ പണം കയ്യിൽ കൊടുക്കുകയാണ് പെൻഷനായിട്ട്. അവർക്ക് ജനക്ഷേമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളായിട്ട് ഒക്കെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൈകളിൽ അത് ഏറ്റുവാങ്ങുന്നുണ്ട്. 1 മാസമാണ് ഇപ്പോൾ വാങ്ങുന്നതെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 3 മാസം ഇതിൻ്റെ ബെനിഫിറ്റ് അവർ നേടിയിട്ടുണ്ടാവും. അതൊരു വലിയ സാധ്യതയല്ലേ ഇടതുമുന്നണിയെ സംബന്ധിച്ച്? അതിനു മുന്നിൽ ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗം സ്വർണ്ണക്കടത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു ആരോപണമൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ മോഹൻ വർഗീസ്? ഡോക്ടർ അരുൺ, ടച്ചിങ് ലൈഫ്സ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ അരുൺകുമാർ LDF പ്രതിനിധി കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട്, വ്യക്തമായ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡ് നിരത്തി വാദിക്കുകയാണ്. 900-ൽ 800 ചില്ലുവാനും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, അതിനുശേഷം 600-ൽ 500 ചില്ലുവാനും ഇതെല്ലാം നേടി എന്ന് കാര്യകാരണസഹിതം കണക്ക് സഹിതം സമർത്ഥിക്കാൻ നോക്കുകയാണ് മറുപക്ഷത്തെ കോൺഗ്രസ് പ്രതിനിധി. അതിലെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുമാണ്. ഇവിടെ നോക്കൂ, 2 കൊല്ലം നമ്മൾ ഡിബേറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. 2 കോൺസ്റ്റിറ്റ്യുവൻസീസ് കൂടി ടച്ച് ചെയ്താലേ ഒരുപക്ഷെ ഈ ഡിബേറ്റ് പൂർണ്ണമാകൂ. അത് MY കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്, മഹിള ആൻഡ് യുവ. ഇവിടെ ജീവിതത്തിൽ ടച്ച് ചെയ്യുമ്പോൾ കൂടുതലും ടച്ച് ചെയ്യുന്നത് വനിതകളെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻപ് നടന്ന ബീഹാർ ആകട്ടെ, അതുപോലെ ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെല്ലാം NDA മുന്നണി നേടിയ വൻപൻ വിജയത്തിൻ്റെ പിന്നിൽ മഹിളാ സൗഹൃദമായ പദ്ധതികളും നേരിട്ട് പണം കൈകളിൽ എത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ വിജയവും കൂടെയുണ്ട്. അത് കാരണം വോട്ട് ചോരിയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളതിനെ വിശകലനം ചെയ്താൽ അവിടെ ഒരു മഹിളാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വോട്ട് വളരെ നിർണായകമായി. 2 യൂത്ത് കോൺസ്റ്റിറ്റ്യുവൻസി, യുവാക്കൾ വലിയ പ്രതീക്ഷ ഉള്ള ആളുകളാണ്. ഒരുപക്ഷെ ആദ്യ വോട്ടവകാശം ലഭിച്ച ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ളവരുണ്ട്. നിരാശ ബാധിച്ച ഒരു യുവത്വം കേരളത്തിലുണ്ടോ? കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന ഇത്രയധികം ശ്രീ അരുൺകുമാർ വലിയ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ, ഡോക്ടർ അരുണോ ഞാനും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻപൻ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ എന്തിന് ഇത്രയധികം യുവാക്കൾ വീട് വിട്ടു പോകുന്നു, പഠിക്കാൻ വെളിയിൽ പോകുന്നു? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്ന കണക്കുകളെല്ലാം ഒരു റോസി പിക്ചറാണ്, ഹെൽത്തി പിക്ചറാണ് ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും കണക്കുകൾക്ക് പിന്നിൽ ചില ഹാർഡ് റിയാലിറ്റീസും കൂടിയുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അല്ല ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് തീർച്ചയായും തദ്ദേശ തലത്തിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ ചിന്തയാണ്. അവിടെ LDFന് ചെറിയ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നു സ്ത്രീ വോട്ടിൽ. കാരണം ഈ പറയുന്ന നേരിട്ടുള്ള മധ്യപ്രദേശിലാണല്ലോ സ്ത്രീ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ നീക്കം തുടങ്ങുന്നത്. അവിടെ
2023 മധ്യപ്രദേശിൽ തുടങ്ങിയ പദ്ധതി ഈ ലഡ്ലി ബഹന യോജന പ്രകാരം 1250 രൂപയാണ് കൊടുത്തത്. അന്ന് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1.25 കോടിയോളം സ്ത്രീകൾക്കാണ് കൊടുത്തത്. വളരെ കൃത്യമായി അത് പിന്നീട് 250 രൂപ കൂട്ടി 1500 ആക്കി. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ത്രീകൾ BJPക്ക് അനുകൂലമായിട്ട് വിധി എഴുതി, അവിടെ ഭരണ തുടർച്ച കിട്ടി. ലാഡ്കി ബഹൻ പദ്ധതി വൻപൻ വിജയമായിരുന്നു. മധ്യപ്രദേശിൽ തുടങ്ങുകയും പിന്നീട് മഹാരാഷ്ട്രയിൽ ഫൈറ്റിംഗ് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് NDA നേട്ടമുണ്ടാക്കിയത് ലാഡ്കി ബഹൻ പദ്ധതിയുടെ കൂടെ ബലത്തിലാണ്. അതുകൊണ്ട് ആ ഒരു വനിതാ വോട്ട് എന്ന് പറയുന്നത് കൃത്യമായി പണം നേരിട്ട് കയ്യിൽ വരികയാണ്. അല്ലാതെ വികസന പദ്ധതികൾ ചെലവഴിക്കുകയും ഇൻഡയറക്റ്റായി ശാക്തീകരണം നടത്തുകയും ചെയ്യുക എന്നത് ഒരു വിശാല പദ്ധതിയാണ്. നിതീഷ് കുമാറൊക്കെ മുൻപ് ചിന്തിച്ചിരുന്ന ആ ഒരു ലൈനാണ്. പക്ഷേ അങ്ങനെയല്ല, കുറച്ചുകൂടി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ നേരെ വരികയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അരുൺ, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ഒരു കിളി, അക്കൗണ്ടിൽ വന്നു വീഴുന്ന പണം കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതാണ്. അത് വോട്ടായി മാറിയാൽ നമുക്ക് അത്ഭുതപ്പെടാനാവില്ല. ഇതേ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. കളം വ്യത്യസ്തമാണ്, വികസന മുദ്രാവാക്യം വ്യത്യസ്തമാണ്. കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ അത് കാണേണ്ടി വരും. തദ്ദേശത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യം 2010-ലും 2015-ലും 20-ലും കണ്ട ഒരു ചിത്രം LDFന് മേൽക്കൈ നൽകുന്ന നല്ല മേൽക്കൈയാണ്. 2010-ൽ മാത്രം, സമീപ ഭൂതകാലത്ത് 2010-ൽ മാത്രമാണ് UDFന് തിളങ്ങുന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം 2020-ലെ ഇടതുപക്ഷത്തിന്റെ മിന്നുന്ന വിജയം വെറും ഒരു കിറ്റിന്റെ ഒരു ബലത്തിലല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല LDFനും. അങ്ങനെയല്ല, ഇത് ചില പദ്ധതികൾ ഇത് ഊതിപ്പെരുപ്പിച്ച കണക്കുകളും ഒരു വശം മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള കണക്കുകളുമാണ് എന്ന് കാര്യകാരണ സഹിതം തെളിയിച്ച് ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങേണ്ട ചുമതല UDFനും ഉള്ളതുകൊണ്ട് പൊടി പാർന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ നിന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കാം എന്നുകൂടി പരിഗണിച്ചെങ്കിൽ മാത്രമേ ഈ ചിത്രം പൂർണ്ണമാകൂ. ഓക്കെ, സജീവൻ, ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം LDFനെതിരായിട്ട് വന്നാൽ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനടക്കം നടത്തുന്ന ജൽപ്പനങ്ങൾ അത് ന്യൂനപക്ഷത്തെ LDFിൽ നിന്ന് അകറ്റുന്നുണ്ട്. മറുഭാഗത്ത് NSSനെയും SNDPയും ഒപ്പം കൂട്ടിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു. അപ്പം ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് സജീവൻ? ന്യൂനപക്ഷ വോട്ടുകളിൽ നമ്മൾ 2020 തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ന്യൂനപക്ഷ വോട്ടുകൾ അന്ന് ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല ശതമാനവും UDFനാണ് കിട്ടുന്നത് നമുക്കറിയാം. പിന്നീട് മുസ്ലിം വോട്ടുകളാണ്. ആ മുസ്ലിം വോട്ടുകളിൽ EK വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും ഏതാണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് UDFനാണ്. AP വിഭാഗത്തിൻ്റെ മാത്രമാണ് ഈ LDFന് അനുകൂലമായിട്ട് കുറേയൊക്കെ വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ EK വിഭാഗത്തിൽ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി തന്നെ അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ LDFനോടോ ഈ സർക്കാരിനോടോ ഒരു വിരോധവുമില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നു. അതേ കാര്യത ഇപ്പോഴും ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ സമസ്തയുടെ പ്രധാന നേതാവ് മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി നടത്തിയ പ്രഖ്യാപനം അത് ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വെച്ചുകൊണ്ടുള്ള പരസ്യമായ വിമർശനമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ CPM ഒരു ശക്തമായ കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൽ തങ്ങൾക്ക് നേരത്തെ ഇല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം LDF നടത്തുന്നുണ്ട്. അതിൽ അവർ ഇപ്പോൾ പരസ്യമായിട്ട് കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യം നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ മെത്രാന്മാരൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ കുറേയൊക്കെ BJPക്ക് അനുകൂലമായിട്ട് പോകുന്നൊരവസ്ഥ കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും നേട്ടം LDFന് അനുകൂലമായിട്ടാണ്. ഞാനിതൊരു പക്ഷം ചേർന്നുകൊണ്ട് പറയുന്നില്ല, കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ വോട്ടുകളിൽ ഒരു മുഴുവനായിട്ടല്ല, ഒരു നിശ്ചയ ശതമാനത്തോളം LDFന് അനുകൂലമായിട്ട് പോകും എന്നത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് പരസ്യമായി പറയുന്നത് ഉമർ ഫൈസിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ എത്രമാത്രം തന്ത്രങ്ങൾ UDFന് പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. അതിന് ഇപ്പോഴും അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തെടുത്തില്ലെങ്കിൽ ഇനിയെങ്കിലും പുറത്തെടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു സജീവൻ, താങ്ക് യു മോഹൻ വർഗീസ്, താങ്ക് യു സംഷാദ് മരക്ക, KS അരുൺകുമാർ ചർച്ചയിൽ ചേർന്നതിന്.
Debate with Dr. Arun Kumar.